ഈ ഒഴിപ്പിക്കുന്നതിന്റെ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് നിട്ട് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ഒന്ന് പ്ലേ ചെയ്ത്. மரத்துல குடிச்சா? ஆமா. எப்படி செத்த நீ? எப்படி? மரத்துல விழுந்துட்டு. இந்த பொண்ணுகிட்ட எவ்வளவு நாளா இருக்க? 9. எதுக்கு ஆசை இந்த பொண்ணை போட்டு வந்த? தெரியல. சத்தியம் பண்ண. ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട്. സാമാധ്യമ ഏമാധ്യം എന്റെ പുള്ളിയാ. ആ ദേഹത്തുള്ള ബാധ മാറ്റാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി അതെന്താ ചെയ്യാൻ നമുക്ക് നോക്കാൻ തരും. ആ കലുതേ ചവിട്ടാണ്. ആ മുടിയെ പിടിക്കുന്ന മുടിയെ പിടിച്ചേട്ടാ മന്ദക്കള തിരുത്തുവാണ്. അപ്പടിയാ ദയനീയമായിട്ടുള്ള ഓട്ടമാണ്. ഇത് അറക്കാൻ കൊണ്ടുപോകുമ്പോൾ പശുക്കൾ തമ്മിൽ ഓട്ടം ഉണ്ടല്ലോ. പയ്യനെ എന്തോ വിഷയം ഉണ്ടായിരുന്നു. നിറച്ച് ഓരോരുത്തർ ആത്മാക്കളാ. ഓരോ മനുഷ്യന്റെ ആത്മാക്കളാണ് ഇരിക്കുന്നത് മുഴുവൻ. ഇതിനകത്തൊക്കെ ജീവനുണ്ട്. ഉയർക്ക് അല്ലേ സ്വാമി? അല്ലേ ഉയർക്ക് ജീവനുണ്ട്. ജീവനുണ്ട്. ജീവൻ അവിടെ ജീവനുണ്ട്. നോക്കിക്കോണേ ഇതിനകത്ത് ജീവനുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ നോക്കിക്കോണം. ജസ്റ്റ് കണ്ട അത് അനങ്ങുന്ന കണ്ട. ഇതാണ് സംഭവം. അദ്ദേഹത്തിന്റെ ഭർത്താവ് മരിച്ചു. 6 മാസമായി മരിച്ചിട്ട്. ഇപ്പൊ അവിടെ സ്വർഗത്തിൽ എന്ത് ചെയ്യുവാണ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. വീട്ടുകാരൻ വന്നിട്ടുണ്ടോ? ഇതെന്താ അലപ്പ ഹായ് ഹൂയ് ഹായ് ഹൂയ്. എനിക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. സ്വാമിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തന്നെയല്ലേ? ഇതേ ചെറിയ ശതമാനം മാത്രമേ കാണിച്ചേക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് മൊത്തം നടന്നത്. ഇതിന്റെ ഉദാഹരണം പറയും മൊട്ടസ്വാമിയെ കാണിച്ചില്ലേ? മൊട്ടസ്വാമിയോട് അത് പിന്നെ മധുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം വാദിക്കുവാണ് ഇതിനകത്ത് തൂങ്ങിച്ചത്തവന്റെ ആത്മാവ്, ഈ മുട്ടയ്ക്കകത്ത് ട്രെയിൻ മുട്ടിയതിന്റെ ആത്മാവ്, ഇതെല്ലാം 10-15 മുട്ട കാണിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് പ്രേതത്തെ ഇന്ന് കാണിക്കണം. ഞാൻ വാദിച്ചു. അപ്പൊ അങ്ങനെ സ്വാമി താമസിക്കാൻ സ്ഥലവും തന്നു, റൂമും തന്നു. ഞാൻ ക്യാമറ താമസിക്കുകയാണ്. ശരി, ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നിനക്ക് പ്രേതത്തെ കാണിക്കാം എന്ന് പുള്ളി സമ്മർദ്ദിച്ചു. 12 മണി കഴിഞ്ഞു. 12:15 ആയപ്പോഴത്തേക്ക് ആ ജനൽ വഴി ഒരു നിഴലിങ്ങനെ പോവുകയാണ്. ഞെട്ടിപ്പോയി. സ്വാമി പറഞ്ഞ സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഉറക്കമില്ലാതെ രാത്രി കഴിയുകയാണ്. പിറ്റേ ദിവസമാണ് ആ യഥാർത്ഥ പ്രേതത്തെ കാണുന്നത്. ആഹാരം കഴിക്കാൻ നേരത്ത് ആ പ്രേതം മുന്നിലേക്ക് വരികയാണ്. ഇവിടെയൊക്കെ കരിയുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് അയാളുടെ മകൾ 18 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള പെണ്ണാണ് പ്രേതമായിട്ട് രാത്രി വന്നത്. അതാണ് അതെങ്ങനെ മനസ്സിലായി? അല്ല, കരി തുറക്കാൻ മറന്നുപോയി. ഒരു തെളിവ് അവശേഷിപ്പിക്കും. മേക്ക് മാറ്റാൻ മറന്നുപോയി. സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിച്ച അവസാനം അത് കള്ളം പൊളിച്ചു. അപ്പൊ ഇതിനകത്തെല്ലാം വസ്തുനിഷ്ഠമായിട്ട് നോക്കുവാണ് ഇതെല്ലാം ഒരു കാപട്യമാണ്. ഈ സാർ ഒറ്റ കാര്യം ചിന്തിക്കുവോ, ഒരു പ്രേതത്തെ 2 പേര് കണ്ട ഒരു സന്ദർഭം സാറിന് പറയാൻ പറ്റുമോ? ഒരു പ്രേതത്തെ ഒരാളെ കാണത്തുള്ളൂ. എന്തുകൊണ്ട് 2 പേർ കാണാൻ പറ്റുന്നില്ല? ഇന്ന് വരെ ഒറ്റ കാണത്തുള്ളൂ. ഇവൻ കഥ മെനയുകയാണ്. അവിടെ പ്രേതവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.